25 വർഷമായി ബ്രാൻഡഡ് മൊബൈൽ ഫോൺ പ്രൈം സ്പോട്ടായ AD മൊബൈൽസിന്റെ ലിമിറ്റഡ് ഓഫറിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐഫോൺ, ആൻഡ്രോയിഡ് ഫോണുകൾ സ്വന്തമാക്കാം. 10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലുവ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി അൻവർ സാദത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലുവ മിനി സിവിൽ സ്റ്റേഷനിലെത്തി വരണാധികാരിയായ ഭൂരേഖ തഹസിൽദാർ നിഷ ആർ ദാസിന് മുമ്പാകെയാണ് അദ്ദേഹം പത്രിക കൈമാറിയത്. നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പുലർത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കഴിഞ്ഞ 15 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിപുലമായ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് താൻ ജനങ്ങളെ സമീപിക്കുന്നതെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങളുടെ പൾസ്, ആലുവക്കാരുടെ പൾസ് എന്നും എന്നോടൊപ്പമാണ്. കാരണം, വ്യക്തമായ കാരണമുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഈ ആലുവ നിയോജകം വികസനവും കരുതലും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ജനപ്രതിയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ആലുവക്കാർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ ഞാൻ രാഷ്ട്രീയ ജാതി മതം നോക്കാൻ അവരെ ചേർത്ത് പിടിക്കും. അതാണ് പഞ്ചായത്ത് മെമ്പർ ആയ കാലങ്ങളിൽ ഞാൻ എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. കാരണം അതാണ് എനിക്ക് പൊളിറ്റിക്കൽ നിലപാടും കാഴ്ചപ്പാടും കാര്യത്തും മാറ്റില്ല. പക്ഷേ ജനപ്രതി ആയാലും അതിൻ്റെ മുമ്പിൽ അതൊരു തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒത്തിരി വികസനങ്ങൾ ഇപ്പം ഇതിപ്പോൾ ഈ താലൂക്ക് ഓഫീസാണല്ലോ. ഈ താലൂക്ക് ഓഫീസ് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊരു ലിഫ്റ്റ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുന്നത്, അങ്ങനെ റോഡായാലും പാലമായാലും അത് ഇറിഗേഷൻ ആയാലും വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തൊക്കെ അല്ല, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഒടുവിൽ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് എത്രയോ നാളുകൾക്ക് ജനങ്ങളുടെ ആവശ്യമായിരുന്നു. MLA അസറ്റ് പട്ടിന്ന് അത്ര റിസ്ക് എടുത്താണ്, പല ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് നല്ല KSRTC ബസ് സ്റ്റാൻഡ്. ആലുവ മാർക്കറ്റ് അറിയാലോ, ആലുവ മാർക്കറ്റിൽ ജോണേട്ടൻ നിൽപ്പുണ്ട്. ഞങ്ങളെ ഒത്തിരി വിമർശനങ്ങൾക്ക് ഒരു കാര്യമില്ലാതെ വിമർശനങ്ങൾ കേട്ടാണ്. അവിടെ ഞങ്ങളുടെ ഇച്ഛാശക്തി ഞങ്ങൾ അത് മുന്നോട്ട് പോയി. ഇന്ന് 50 കോടി രൂപ ഹൈടെക് മാർക്കറ്റാണ് മുഖ്യമന്ത്രി കല്ലിട്ടപ്പോൾ നിർമ്മാണ പ്രവൃത്തി. കുറേയേറെ ആരോപി എൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. പാറപ്പുറം വല്ലങ്കട് പാലം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ആലങ്കക്കട് പാലം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ എയർപോർട്ടിന് അകപ്പറമ്പ് ഗേറ്റിൻ്റെ അത് അകപ്പറമ്പ് മേൽപ്പാലം അവിടെ നമ്മൾ തോട്ടക്കാട്ടിലെ മാർക്കറ്റ് ജോണേറ്റ് ഞങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു. അതും അങ്ങനെ തന്നെ. പിന്നെ ആരോഗ്യരംഗത്ത് PHSC, CHSC പൈസ 5 കോടി, PHSC, അതുപോലെ തന്നെ സബ് സെന്ററുകൾ, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അവിടെ സ്കൂൾ ബസ്സുകൾ, സ്കൂൾ ബിൽഡിങ്ങുകൾ, കിച്ചൺ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സ്കൂൾ ബിൽഡിങ്ങുകൾക്ക് ഉൾപ്പെടെ ചെയ്യുന്നു. ഏതായാലും ഇന്ന് നോമിനേഷൻ കൊടുത്തു. എല്ലാവരും അനുഗ്രഹം വേണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എക്കാലത്തും എന്നെ ചേർത്ത് പിടിച്ച ആലുവക്കാർ ഈ തവണ എന്നെ ചേർത്ത് പിടിക്കുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ആലുവ മണ്ഡലത്തിൽ പുതിയ പാലങ്ങളും റോഡുകളും നിർമ്മിക്കുകയും ആലുവ മാർക്കറ്റ് അടക്കം വിവിധ പദ്ധതികൾക്ക് തുടക്കമിടുകയും ചെയ്തെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമ്മക്കിളിക്കൂട് പദ്ധതിയിലൂടെ 60 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി. പാവപ്പെട്ടവരോടുള്ള കരുതലും വികസനവുമായി മുന്നോട്ടു പോകുമെന്നും അൻവർ സാദത്ത് പറഞ്ഞു.